തന്റെ മാതാവിനെയും കുടുംബത്തെയും ഒക്കെ വെട്ടിനുറുക്കി കൊന്ന വാർത്തകൾ ലഹരിക്കെതിരെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഒരു ധർമ്മസമരത്തിന് ഒരുങ്ങി പുറപ്പെടുന്ന നിങ്ങളെ ആദ്യമായി ഞാൻ അഭിവാദ്യം ചെയ്യാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു. ഈ നാട്ടിലെ മൊത്തം ജനങ്ങൾക്ക് വേണ്ടി ചുങ്കം റിയൽ റണ്ണേഴ്സിലെ മുഴുവൻ യോദ്ധാക്കളെയും ഞാൻ ഈ സന്ദർഭത്തിൽ ഹൃദയം തൊട്ട് അഭിനന്ദിക്കുകയാണ്. നമ്മുടെ നാട് വലിയ തകർച്ചയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഹൃദയ നെടുക്കത്തോടു കൂടിയാണ് പത്രങ്ങളും വാർത്തകളും നമ്മൾ കണ്ടതും കേട്ടതും. നമ്മുടെ മക്കൾ വലിയ അരാജകത്വത്തിലേക്ക് നീങ്ങുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന, അങ്ങനെ പറഞ്ഞ് ഉദ്ഘോഷിക്കുന്ന, നമ്മൾ അഭിമാനിക്കുന്ന കേരളം ചെകുത്താൻ്റെ നാടായിക്കൊണ്ടിരിക്കുകയാണ്. ലഹരിയുടെ നാടായി മാറുകയാണ്. വെറും 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി നമ്മുടെ ജില്ലക്കകത്ത് മയക്കുമരുന്നിൻ്റെ വിതരണക്കാരിയായ സംഗതി നമ്മൾ വായിക്കുകയുണ്ടായി. ചെറുപ്പക്കാരായ ആളുകൾ തൻ്റെ മാതാവിനെയും കുടുംബത്തെയും ഒക്കെ വെട്ടിനുറുക്കി കൊന്ന വാർത്തകൾ വേദനയോടുകൂടി അല്ലാതെ കേരളത്തിന് കേൾക്കുവാനും കാണാനും കഴിഞ്ഞിട്ടില്ല. ഇനി സംഭവിച്ചുകൂടാ. അതുകൊണ്ട് മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ ഒരു പ്രധാന തുരുത്തായി കേരളം മാറുന്ന ഈ സാഹചര്യത്തെ തിരിച്ചറിഞ്ഞ് അത് തടയാനുള്ള ഒരു ധർമ്മസമരത്തിലേക്കാണ് എൻ്റെ കൂട്ടുകാർ, പ്രിയങ്കരായ എൻ്റെ യുവ സഹോദരങ്ങൾ ഇന്ന് ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ വിദ്യാലയങ്ങൾ പുതിയത് രംഗത്തേക്ക് വരുന്നതിനേക്കാൾ കൂടുതലാണ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ഇടങ്ങൾ കയറി വരുന്നത്. കേരളത്തിലെ പോലീസ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് 1057 വിദ്യാലയങ്ങൾ ലഹരി മാഫിയയുടെ നിയന്ത്രണത്തിലാണ് എന്നും ചില സ്കൂളുകളിൽ ഇവ സൂക്ഷിക്കാനുള്ള കേന്ദ്രങ്ങൾ പോലും ഉണ്ട് എന്നും സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ബോധമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, മദ്യം എന്തെങ്കിലും ഒരു ഗുണകരമായ നേട്ടം നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഇന്ന് വരെ ആരും പറഞ്ഞതായി കേട്ടിട്ടില്ല. നമ്മുടെ ഭൗതിക തലം, ബുദ്ധി നശിപ്പിക്കുന്നു, ആരോഗ്യത്തെ തളർത്തുന്നു, ജീവസുറ്റ ജനങ്ങളെ ഇല്ലാതാക്കുന്നു, നമ്മുടെ ഈ പ്രസരിപ്പും ഈ സൗന്ദര്യവും തകർക്കുന്നു. സുസ്മേരവതരായി പല മേഖലകളിലായി നിറഞ്ഞു നിൽക്കുന്ന യുവാക്കൾ പോലും ഒതുങ്ങിക്കൂടി സ്വകാര്യതയിലേക്ക് ഒതുങ്ങി വീടിൻ്റെ അകത്തളങ്ങളിലേക്കോ മറ്റോ ഒതുങ്ങിക്കഴി ചുരുണ്ടുകൂടേണ്ട സാഹചര്യങ്ങൾ വരും. എത്രമാത്രം കുടുംബങ്ങളാണ് വലിയ വലിയ ദുരിതങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം കുഞ്ഞുങ്ങളാണ് അനാഥകളായി പോകുന്നത്. എത്രമാത്രം സ്ത്രീകളാണ് ചെറുപ്രായത്തിൽ തന്നെ വിധവകളാകുന്നത്. എത്രമാത്രം രക്ഷിതാക്കളാണ് തന്നെ സഹായിക്കേണ്ട മക്കളാൽ അവിടെ വികൃതി കൊണ്ട് നമ്മുടെ ഈ അഭിമാനിക്കുന്ന നമ്മളെ കേളി രംഗങ്ങളെ ഇല്ലാതെയാക്കുന്ന, ലോകോത്തര മാതൃകയായി നാം വിളംബരം ചെയ്ത കേരളത്തെ നശിപ്പിക്കാൻ ഈ ലഹരിയും മദ്യവും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാൻ നമുക്ക് ഒന്നിച്ചു കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ജാതിയും മതവും മറ്റെല്ലാ ബന്ധങ്ങളും ഒക്കെ മറന്ന് ഈ നാടിൻ്റെ രക്ഷയ്ക്കായി, ജനങ്ങളുടെ രക്ഷയ്ക്കായി കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണവും കുതിപ്പും തകരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒന്നിച്ചു നിന്ന് ഈ ലഹരി മാഫിയകൾക്കെതിരായി, അവർക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നവർക്കെതിരായി നാം ഒന്നിച്ചു വരേണ്ടത്. ഭരണകൂടങ്ങൾ എപ്പോഴും അവരുടെ പോലും ശ്രദ്ധയിൽപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മദ്യം ഇനിയും കൂടുതൽ ഒഴുകാൻ പാടില്ല. ലഹരി മാഫിയെ തടയേണ്ടതുണ്ട്. അവർ വമ്പന്മാരായിരിക്കാം, പക്ഷെ തടയാൻ ഭരണകൂടത്തിന് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഭരണകൂടം ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കണം. ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആരോഗ്യകരമായ മുന്നേറ്റത്തിന് കുതിപ്പ് പകരാൻ,
അവരെ നയിക്കാൻ ഭരണകൂടത്തിന് കഴിയണം. ജനങ്ങളുടെ ആശയാഭിലാഷങ്ങൾക്കനുസരിച്ച് ഭരണകൂടത്തിന് മുന്നോട്ട് പോകാൻ കഴിയണം. എല്ലാ ഭരണകൂടങ്ങളോടും, പ്രാദേശിക ഭരണകൂടങ്ങൾ മുതൽ മേലോട്ടുള്ളവരോടും എല്ലാവരോടും ഈ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ മദ്യവും ലഹരിയും തടഞ്ഞേ തീരൂ. നമുക്കൊന്നിച്ച് മുദ്രാവാക്യം പിടിക്കാം. വേണ്ട നമുക്ക് ഈ മനുഷ്യരെ നശിപ്പിക്കുന്ന ലഹരി. അതിനെതിരായി നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്ന ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ സഹോദരങ്ങൾ അഭിനന്ദിച്ചുകൊണ്ട് ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. ബഹുമാന്യനായ തിരൂർ നിയോജക മണ്ഡലം MLA ശ്രീ കുറുക്കോളി മൊയ്തീൻ അവർ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതാണ്. രണ്ടാം നമുക്ക് നൂറിന്റെ ഉച്ചനീശ്വരം ഉദ്ഘോഷിച്ചുകൊണ്ടുള്ള ലഹരി വിരുദ്ധ കൂട്ടയോട്ടമാണ് ഈ നാടിന്റെ നന്മക്ക് വേണ്ടി, ഈ നാടിന്റെ മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ടി ജീവിത നിലവാരം പറയുകയാണ്. ഒരു നാടിന്റെ മനോഹരമായ കാഴ്ചയാണ്. മനോഹാരിത തകർക്കപ്പെടുന്ന ഇടങ്ങളിൽ സ്നേഹത്തിന്റെ സന്ദേശമായി അരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടിന്റെ സൗന്ദര്യത്തെ തകർക്കുന്ന ലഹരിക്കെതിരെ, ഈ നാടിന്റെ നല്ല നടപ്പിന് ഇല്ലായ്മ ചെയ്യുന്ന ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്തുകൊണ്ടാണ് ഇല്ല ഈ മണ്ണിൽ ഞങ്ങളുടെ ഈ നാട്ടിൽ ഇല്ല ലഹരി ഞങ്ങൾ ചുങ്കം തന്നെ സംഘടിപ്പിച്ച കോട്ടയോട്ടമാണ്. ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിൽ ഇതിൽ ജനപ്രതിനിധികളുണ്ട്, ഇതിൽ വ്യാപാര വ്യവസായികളുണ്ട്, ജാതിയുള്ളവരുണ്ട്, ജാതിയില്ലാത്തവരുണ്ട്, മതമില്ലാത്തവരുണ്ട്, വിവിധ മതങ്ങളിൽപ്പെട്ടുകൊണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടുകൊണ്ട് അവരെല്ലാവരും ഒരു കൈയായി ഒരു രാഗമായി ഒരു താളമായി വാഹനത്തിന്റെ തൊട്ടുപിറകിൽ ലഹരിക്കെതിരെയാണ് ഈ പടയോട്ടം. അപ്പോൾ ഗൈസ്, നമ്മൾ ബൈക്കിലാണ്. അപ്പോൾ എല്ലാവരും കോട്ടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്താ എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച്? ലഹരിക്കെതിരെ ഈ നാട്ടിൽ ഈ നാടെന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മണ്ണിൽ, കേരളത്തിന്റെ മുഖ്യമൂലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലഹരിക്കെതിരെ, ഈ തലനിരച്ച ലഹരിക്കെതിരെ, അതിന് ഓശാനമാർന്ന ലഹരി മാഫിയകളുടെ ഈ പോരാട്ടത്തിൽ അതാരുടെ പിൻബലവും ഈ ലഹരി മാഫിയക്കുണ്ടെങ്കിലും ആ ലഹരിയുടെ ആഴത്തിലിറങ്ങിയ അടിവേര് അറുത്തുമാറ്റാൻ രാഷ്ട്രീയം നോക്കാതെ മനുഷ്യരുമായി ഒരു പടയോട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സ്വന്തം മക്കളുടെ മാത്രമല്ല, ഈ നാടിന്റെ മക്കൾക്ക് വേണ്ടി, ഈ നാടിന്റെ നല്ല ജീവിതത്തിന് വേണ്ടി, ജീവിതത്തിന് കണ്ണുകളെ പോലെ പറഞ്ഞിറങ്ങുന്ന ലഹരിയെ മാഫിയക്കെതിരെ തന്നെയാണ് ഈ പോരാട്ടം. അത് ഏത് തരത്തിലുള്ള ലഹരിയാണെങ്കിലും ആ ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് ചുങ്കം റിയൽ റൺവേസ് സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ്. ഒരു പടയോട്ടമായി, ഒരു പോരാട്ടമായിട്ടാണ് ഈ ഓട്ടം. ഈ ചുങ്കം റിയൽ റൺവേസ് സംഘടിപ്പിച്ച ഈ കൂട്ടയോട്ടം ഒരു പോരാട്ടമാണ്. ഈ നാട് നശിക്കാതിരിക്കാൻ, നമ്മുടെ മക്കളെ നശിക്കാതിരിക്കാൻ, ഈ നാടിന്റെ ഐശ്വര്യപൂർണ്ണമായ ജീവിതം സ്നേഹത്തോട് സൗഹാർദ്ദത്തോട് ഈ നാട്ടിൽ സ്നേഹത്തോട് ജീവിക്കാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ലഹരി പിടിച്ചുകൊണ്ട് ലഹരി കഴിയുമ്പോൾ
കുറച്ചും കൂടി അടുത്ത് കൂടി. ആ ഒരു നാട് നശിക്കാൻ പോകുമ്പോൾ അരുതേ എന്ന് പറയാൻ, ഒരു നാട് തകർക്കാൻ പോകുമ്പോൾ അരുതേ എന്ന് പറയാൻ, ഈ തകർത്തേ മുന്നോട്ട് പോകും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ കുറ്റൂട്ടം ഇവിടെ അവസാനം ആ ലഹരിയിൽ നമ്മുടെ നാടിനെ മോചിപ്പിക്കാൻ, നമ്മുടെ മക്കളെ മോചിപ്പിക്കാൻ, ഈ മണ്ണിനെ മോചിപ്പിക്കാൻ, ഈ മനസ്സിനെ മോചിപ്പിക്കാൻ, ഈ ഹൃദയങ്ങളെ മാറ്റിപ്പറിച്ചു നടാൻ കുട്ടയോട്ടമാണ് ചുരുക്കം സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ കുട്ടയോട്ടമാണ് പറയുന്നത്. ഒരു നാടിനെ രക്ഷിക്കുന്നതിന് വേണ്ടി അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ മുഴുവൻ സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. KT ഹാരിസ് അവരെ ക്ഷണിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ റിയൽ റണ്ണേഴ്സ് ചുങ്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള പരിപാടികൾ ഇനിയും ഒരുപാട് പ്രോഗ്രാം മുന്നോട്ട് വരണം. കാരണം നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉമ്മയെന്നോ ഉപ്പയെന്നോ കൂടെ കിടക്കുന്നതെന്നും തിരിച്ചറിയാത്ത രീതിയിൽ ലഹരിക്ക് അടിമപ്പെട്ട് എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് സ്വയം ബോധമില്ലാതെ തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതിനെ ചെറുത്ത് നിർത്താൻ വേണ്ടി ഒരു കൂട്ടായ്മ, ഒരു പഞ്ചായത്ത്, മറ്റു ഏരിയകളിൽ നിന്നെല്ലാം കൂടി ഒറ്റക്കെട്ടായി ഇതുപോലുള്ള പ്രവർത്തനം നടത്തി വന്ന് അതിനെ ചെറുക്കുക, ഇനി അത് വേണ്ട, മാറ്റി നിർത്തുക എന്നുള്ളൊരു ഈ ഒരു ആവേശത്തോടു കൂടി ഇതുപോലെ സംഘടിപ്പിക്കുന്ന പരിപാടികൾ ഇനിയും മുന്നോട്ട് വരണം. അതിനെ ആശംസയോടെ നേരിടുകയാണ്. സംഘടിപ്പിച്ച റിയൽ റണ്ണേഴ്സ് ചുങ്കം എല്ലാവിധ ആശംസകളും നേരുകയാണ്, എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്. ആദ്യമായി ഇത്തരത്തിൽ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ചുങ്കം റിയൽ റണ്ണേഴ്സിന്റെ ബാപ്പു അടക്കമുള്ള അതിന്റെ അണിയറ പ്രവർത്തകരെ എല്ലാ നിലക്കും അഭിവാദ്യം ചെയ്യുന്നു. വളരെ രാവിലെ തന്നെ ഇത്തരത്തിലെ കായികമായ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ഓട്ടം നടത്തം എന്നൊരു പരിപാടിക്ക് പോലും ഇത്രമേൽ ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ചുങ്കം റിയൽ റണ്ണേഴ്സ് മാറിയതിൽ വളരെ സന്തോഷം അറിയിക്കുകയാണ്. ഇതൊരു ജനകീയ കൂട്ടായ്മയായും നമുക്ക് മാറ്റേണ്ടതുണ്ട്. കാരണം ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും ഈ ഒരു പരിപാടി തുടങ്ങാൻ ഏറ്റവും യോജിച്ചൊരു തലം പുത്തനത്താണി ബസ് സ്റ്റാൻഡാണ്. പുത്തനത്താണി ബസ് സ്റ്റാൻഡും അതിന്റെ പരിസരങ്ങളിലും ഇതൊരു കേവലം ഒരു പ്രാദേശിക ഭരണകൂടമോ അല്ലെങ്കിൽ കുറച്ച് ആളുകളോ മാത്രം ശ്രമിച്ചത് കൊണ്ട് നടത്താൻ പറ്റുന്ന അല്ലെങ്കിൽ നിർത്താൻ പറ്റുന്ന ഒരു ലഹരിയുടെ ഒരു മാഫിയ അല്ല. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് ഇത് വളർന്നിട്ടുണ്ട്. പുത്തനത്താണി ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങി നമ്മളിങ്ങനെ ബൈപ്പാസ് ചുറ്റി ഇവിടെ അവസാനിക്കുമ്പോൾ ഇതിന് ഒരുപാട് ആളുകൾ, നമ്മൾ അറിയാത്ത ഒരുപാട് ആളുകൾ ഇതിനെ നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളിതൊരു കേവലം ഒരു ഓട്ടം, ഒരു നടത്തുന്ന രീതിയിലേക്ക് മാത്രമായി കണ്ടെങ്കിലും ഇതിനെ സശ്രദ്ധം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മാഫിയ സംഘങ്ങൾ ഇവിടെയുണ്ട്. ഈ ഒരു കൂട്ടായ്മ നമുക്ക് കക്ഷി രാഷ്ട്രീയ, ജാതി, മത, വർണ്ണങ്ങൾക്ക് അതീതമായി നിലനിർത്തിക്കൊണ്ട് നാടിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലഹരി എന്ന മഹാവിപത്തിനെതിരെ രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് പൂർണ്ണമായും അത് നിർത്തുന്ന രീതിയിലേക്ക് നമ്മളൊരു ജനകീയ കൂട്ടായ്മയായി നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതിന് ചുങ്കം റിയൽ റണ്ണേഴ്സിന് സാധ്യമാകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. സർവ്വപിന്തുണയും. റിയൽ റണ്ണേഴ്സിന്റെ അമരക്കാരൻ പ്രിയപ്പെട്ട ബാബ് സാഹിബ്, റിയൽ റണ്ണേഴ്സിന്റെ കരുത്തുറ്റ അണിയറ പ്രവർത്തകർ, എല്ലാവരും പറഞ്ഞ പോലെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുകയാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാം പുത്തനത്താണി
പഴയ കാലം തൊട്ട് തന്നെ ലഹരിക്കെതിരെ ശക്തമായി നിലകൊണ്ട ഒരു പ്രദേശമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് നിലനിർത്താൻ ഇത്രയും വലിയൊരു ജനകീയ കൂട്ടായ്മയുടെ ഉയർന്നു വന്നു എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിക്കേണ്ടത്. എനിക്കറിയാം, ഈ ബസ് സ്റ്റാൻഡ് പ്രദേശം കേന്ദ്രീകരിച്ചുള്ള ലഹരിയ മാഫിയകൾക്കെതിരെയുള്ള പോരാട്ടത്തിലെ ഓരോ പോരാളികളാണ് ഇവിടെ നിൽക്കുന്നുള്ളത്. ഈ തമ്മാടി കൂട്ടങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമാണ് പറയുന്നത്. നിങ്ങളുടെ ഈ പാവപ്പെട്ട മക്കളെ തകർക്കാനുള്ള ഈ ശ്രമം ഇവിടെ വിജയിക്കില്ല എന്ന് വളരെ കർശനമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും പോകുമെന്നും മുമ്പൊക്കെ നമുക്ക് കണ്ടുപിടിച്ച ഒരാളെ മനസ്സിലാക്കായിരുന്നു, ഒരു സ്മെല്ലും വളരെ. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ അത് മാറി നിന്ന, അല്ലെങ്കിൽ അതൊരു പ്രത്യേക വിഭാഗമായിട്ട് മാത്രം ഒതുങ്ങിയിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് സ്മെല്ലില്ലാത്ത, യാതൊരു തിരിച്ചറിവില്ലാത്ത രീതിയിൽ വളരെ അറ്റത്തെത്തുമ്പോൾ മാത്രം തിരിച്ചറിയുന്ന രീതിയിലേക്കുള്ള സിന്തറ്റിക് ഡ്രഗ് അടക്കമുള്ള ഡ്രഗുകൾ നാട്ടിൽ സുലഭമായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ജാസ്മിൻ സൂചിപ്പിച്ച പോലെ അതിനെ തെരഞ്ഞെടുത്ത ഏറ്റവും നല്ല സ്ഥലം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്താണ്, നമുക്കൊക്കെ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇവിടെ തന്നെ ഒരു കേന്ദ്രമാണ്. അപ്പം നമ്മൾ സർക്കാരിന്റെ സഹായത്തോടെ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ, നാട്ടുകാരൊന്നിച്ചുകൊണ്ട് ഇതിനെ വേരോടെ പിന്തുടരാൻ ജനകീയ കൂട്ടായ്മ മാത്രമേ കഴിയൂ. നമ്മൾ ആരും പരസ്പരം കുറ്റം പറഞ്ഞത് കാര്യമില്ല. അപ്പൊ നമുക്ക് ഈ കൂട്ടായ്മയിലൂടെ ഇത് എല്ലാ പാർട്ടിയും ജാതി മത വ്യത്യാസമില്ലാതെ ജനങ്ങളെ സംഘടിച്ചിട്ടുണ്ട്. ഈ കൂട്ടായ്മയിലൂടെ ആ രക്ഷിതാക്കളെ ആളുകളെ നമ്മൾ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല, അവർക്ക് യാതൊരു ലെവലില്ലാതെ നടക്കുകയാണ്. അപ്പൊ അവരെ എങ്ങനെ ഇതിന് അടിമപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും? അവരായിരിക്കണം നമ്മുടെ അംബാസഡേഴ്സ്. ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ്, എനിക്കിതൊന്ന് ഗുണം കിട്ടി എന്നുള്ളത്. നമ്മൾ വെറുതെ അങ്ങാടി പ്രസംഗം നടത്തിയിട്ട് യാതൊരു കാര്യമില്ല. എന്തായാലും ഇത് ഒരു കുട്ടിയെങ്കിലും ഈ മയക്കുമരുന്നിലേക്ക് പോകുന്നത് തടയാൻ കഴിഞ്ഞാൽ അതാണ് നമ്മുടെ വിജയം. നമ്മുടെ ഒരു തുടർ പോരാട്ടത്തിന്റെ തുടക്കമാവട്ടെ ഈ സമീപകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്കൊക്കെ ഉള്ള ഒരു ധാരണ, ഓരോ രക്ഷിതാവും ചിന്തിക്കുന്നത് എന്റെ കുട്ടി അത് ചെയ്യില്ല, എന്റെ കുട്ടി അങ്ങനെ പോകില്ല എന്നുള്ളതാണ്. ആ ധാരണകളെ ഓരോന്നോരോന്നായി പൊളിച്ചടക്കുന്നതാണ് സമീപകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മകനെ, നമ്മുടെ മകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവരുടെ മനസ്സിന്റെ അന്തരാളങ്ങളിൽ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന ആ ഭീകരത എത്രത്തോളമാണ് എന്ന് രക്ഷിതാവിനോ ജ്യേഷ്ഠനോ അനുജനോ ഉമ്മയ്ക്കോ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ലഹരി മാഫിയ ഇവിടെ പിടിമുറുക്കിയിട്ടുണ്ട്. ഒരു കാര്യം കൂടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഹരി മാഫിയകൾ അവർ കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ട്. വളരെ സന്തോഷത്തിന്റെ നിമിഷത്തിലാണ് നമ്മളിപ്പോ ചുങ്കൽ റിയൽ ലേണേഴ്സ് എന്ന ഈ കൂട്ടായ്മ രൂപം കൊണ്ട ബാബു സാഹിബിന് 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരേപോലെ എന്ന് നമ്മൾ എന്നും കാണുന്നതാണ്. ഒരേ രീതിയിൽ യോഗ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്സസൈസ് ആയിക്കോട്ടെ, ഓട്ടങ്ങളായിക്കോട്ടെ, പലവിധതും യാതൊരു സാമ്പത്തിക നേട്ടവും ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ഈ ബാപ്പു സാഹിബിന് 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ലഹരി മാഫിയയുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ കൂട്ടായ്മ ഓടാൻ തയ്യാറായിരിക്കുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം തീ തുപ്പുന്ന ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ പീരങ്കിക്ക് മുമ്പിൽ വെരിമാറുയർത്തിക്കാട്ടിയ ഒരു സാംസ്കാരിക പാടവമുള്ളവരാണ് നമ്മുടെ മുൻഗാമികൾ. അതുകൊണ്ട് തന്നെ ഈ ലഹരി മാഫിയ, ലഹരി മാഫിയയെ ഓടിക്കാനുള്ള എല്ലാ പ്രാപ്തിയും പ്രിയപ്പെട്ട ചുങ്കം റിയൽ റണ്ണേഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ഓരോ ജനസമൂഹത്തിൻ്റെയും കരളുറപ്പിൽ ഉണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മഹിതമായ ഈ ഒരു പ്രവർത്തനത്തിനും ഈ ഒരു കൂട്ടയോട്ടത്തിനും കൂട്ടായ്മയ്ക്കും എല്ലാവിധ സ്നേഹാശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു, ഇതിനപ്പുറത്തേക്കില്ല. ഇത് ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ഇവിടെ സംസാരിച്ച ആളുകളുടെ വാക്കുകൾ അവരുടെ കാതുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കവുമില്ല. ആദ്യം നമ്മൾ മദ്യം അത് സാർവത്രികമായി അതൊരു വിഷയമില്ലാതായി. പിന്നീട് എന്ത് ചെയ്തു? ഇപ്പൊ ലാസലഹരിയിലേക്ക് മാറി. ആരോഗ്യമാണ്, അതുപോലെ തന്നെ ആരോഗ്യം എന്ന് പറയുന്ന 2-3 അവസ്ഥ കിട്ടാം. ശരീരത്തിന്റെ വലിപ്പം കണ്ടെത്തടി മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുപാട്, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ പരിസരങ്ങൾ എല്ലാം ഒരാളുടെ ആരോഗ്യത്തിന്റെ ഘടകമാണ്. തൊട്ടടുത്തുള്ളവനെ സ്നേഹിക്കാനും സമൂഹത്തെ ചേർത്ത് പിടിക്കാനും കൂടെയുള്ളവന്റെ ദുഃഖവും ബുദ്ധിമുട്ടൊക്കെ അത് മനസ്സിലാക്കി അത് പരിഹരിക്കുന്നത് ഒരു ലഹരിയാക്കി മാറ്റിയെടുക്കാനൊക്കെ ഓരോ രക്ഷിതാവും ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ്. ലഹരി മുക്ത പുത്തനത്താണി മാത്രമല്ല, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി മുക്ത കേരളം, അല്ലെങ്കിൽ എല്ലായിടവും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നഖശിശാന്തം എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതിന്
നമ്മൾ ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലഹരിയെ കൂട്ടത്തിൽ നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള ചിന്തകൾ വരികയെന്നുമാണ്. നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചുങ്കം റിയൽ റണ്ണേഴ്സ് എന്ന് പറയുന്നത് 300 ചില്ലാൻ ആളുകളുണ്ട് മെമ്പേഴ്സിന്. ഞാൻ അതിനകത്ത് മെമ്പറാണ്. 2 ക്ലാസ്സുകളൊക്കെ ദൈവാനുഗ്രഹം കൊണ്ട് ബാപ്പു ക്ഷണിച്ച പ്രകാരം എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സമൂഹം നമ്മളിൽ ഉണ്ടെങ്കിൽ ഒരു ലഹരിയും നമ്മളെ ബാധിക്കില്ല. അപ്പൊ നമുക്കറിയാം ഈ ചിരിച്ച മുഖത്ത് പോലും ഇപ്പൊ നമ്മൾക്ക് ഏറ്റവും ഭീകരമായിട്ട് നമ്മളിൽ കണ്ടുവന്നെന്ന് വെച്ചാൽ 3-4 ദിവസം മുമ്പ് ആ സഫാൻ എന്ന് പറയുന്ന ആ പയ്യന് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് പഠിപ്പിച്ച നമ്മുടെ അവരുടെ അധ്യാപകർ പറയുന്ന ഇത്രയും സുന്ദരമായി സംസാരിക്കുന്ന ഇത്രയും സുന്ദരമായ മുഖമുണ്ട്, ഇത്രയും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു പയ്യൻ. അപ്പൊ നമുക്ക് എവിടെയാ പ്രശ്നം? നമ്മുടെ സ്വഭാവത്തിലല്ല പ്രശ്നം. നമുക്ക് ഏറ്റവും മാരകമായിട്ട് വരുന്ന ഈ MDMA എന്ന് പറയുന്ന സാധനം. ഇതില് ഇപ്പൊ നേരത്തെ സക്രിയ അതുപോലെ ജാസുനൊക്കെ പറഞ്ഞ പോലെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ നാടിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതില് പുത്തനത്താണി ബസ് സ്റ്റാൻഡിനെ ചെറിയൊരു ശാഖ അവിടെ കിടക്കുന്നുണ്ടോ സംശയമുണ്ട്. ഒരു സംശയമില്ല, നഖശിയാന്തം നമ്മൾ ചുറുചുറുക്കോടുകൂടി തന്നെ എതിർക്കപ്പെടും. അതിനകത്ത് ഒരു സംശയമില്ല. ആര് തന്നെയാണെങ്കിലും നമ്മൾ അതിനെ എതിർത്തേ പറ്റുള്ളൂ. കാരണം നമ്മുടെ കുട്ടികൾ ഇവിടെ വളർന്നു വരേണ്ടതാണ്. നമ്മുടെ കുഞ്ഞു കുട്ടികൾ, മുതിർന്നവരൊക്കെ നമുക്ക് വളർന്നു വരേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മലപ്പുറം ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് എല്ലാ രീതിയിലും മേന്മേൽ നിൽക്കുന്ന ഒരു നാടാണ്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്മളൊക്കെ എന്ന് പറയുന്ന എന്ത് കാര്യത്തിലും പോകൃത്തരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ പോകൃത്തരം നമ്മൾ തടയുക തന്നെ വേണം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ച നമ്മൾ പാടില്ല. എന്തായാലും ആരോഗ്യ സംരക്ഷണമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് പറയുന്നത്. നമ്മുടെ സമൂഹം വല്ലാത്തൊരു ദയനീയമായ പരിതസ്ഥിതിയിലാണ് വന്നുപെട്ടിട്ടുള്ളത്. മദ്യം അല്ലെങ്കിൽ ലഹരി എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടത്. പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ചെറിയ ഒരു ഉപകരണമുണ്ട് നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും മുൻഭാഗത്ത്. നമ്മുടെ കോപത്തെ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിന്റെ ആ ഭാഗമാണ്. ഒരു ചെറിയ പ്രകോപനം ഉണ്ടായാലും പക്ഷെ നമുക്കൊക്കെ അതുണ്ടാവാം. പക്ഷെ അതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഈ ചെറിയ നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ ലഹരി ഉപയോഗിക്കുന്നതോടുകൂടി നമ്മുടെ കോപത്തെയും അതുപോലെ തന്നെ നമ്മുടെ പ്രകോപനങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ബ്രേക്കായിട്ട് പ്രവർത്തിക്കുന്ന മസ്തിഷ്കത്തിന്റെ ആ ഭാഗം, ആ ബ്രേക്ക് പൊട്ടുകയാണ്. ബാപ്പുക്കയെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ലഹരിക്കെതിരെ ഇനിയും പുലരാൻ ബാക്കി നിൽക്കുന്ന പ്രഭാതങ്ങളിലേക്ക് പതരാത്ത പാദങ്ങളുമായി ചിതറാത്ത ചിത്തങ്ങളുമായി കരുത്തോടെ പ്രയാണം തീർക്കാനും ജീവിത യാത്രയിൽ സുഹൃതങ്ങൾ വിതരാനും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ലഹരിക്കെതിരെ ഇന്നലെ പ്രിയപ്പെട്ട ബാപ്പുവാക്ക ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു ലഹരിക്കെതിരെ ഏതാനും ചില വരികൾ തയ്യാറാക്കി വരാൻ. അതനുസരിച്ച് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ആ വരികൾ ആലപിക്കുകയാണ്. തവിച്ചിടും നിതമാനവഹൃദയം തടഞ്ഞിടും നിതഹിയ പരവിജയം ജജസ്തിലാകയും ജ്വലിത്തിടും തടി തളർത്തിടും ലഹരി ഇവിടവിൽ ജനമതിനടിപ്പെടും അടിമുടി വിറച്ചിടും ഉഴച്ചിടും ചുഴലി തവിച്ചിടും നിതമാനവഹൃദയം തടഞ്ഞിടും നിത ഇഹ പരവിജയം ജസദിലാകയും ജ്വലിത്തിടും തടി തളർത്തിടും ലഹരി ഇവിടവിൽ ജനമതിനടിപ്പെടും അടിമുടി വിറച്ചിടും ചുടച്ചിടും ചുഴലി എട്ടുകഴിഞ്ഞ കുമാരന്മാരും എട്ടും തൊട്ടും തിരിയാത്തവരും എട്ടുകഴിഞ്ഞ കുമാരന്മാരും എട്ടും തൊട്ടും തിരിയാത്തവരും കെട്ടു തുടങ്ങി അഴവിലോടുകയായി ലഹരി അനുദിനം പലവിധ പുതുമകൾ കാട്ടിണി തിന്മത് കൂട്ടിടലായി തവിച്ചിടും നിതമാനവഹൃദയം തടഞ്ഞിടും നിതഹിഹ പരവിജയം ജസദിലാകയും ജ്വലിത്തിടും തടി തളർത്തിടും ലഹരി
ഇവിടമിൽ ജനമതിൽ അടിപെടും അടിമുടി മുടച്ചിടും കുഴച്ചിടും ചുഴലി മാഫിയമായും നിണ്ടിടവലമിൽ മാന്ത്രിക ചെപ്പടി സൂത്രമുൽ പലതലം മാഫിയമായും നിണ്ടിടവലമിൽ മാന്ത്രിക ചെപ്പടി സൂത്രമതലമിൽ ചെടുത്തിടും പണി കെടുത്തിടും തിരി അറിഞ്ഞിടും ചുഴലി അതിനിടെ മരുന്നിട കൊടുത്തിട കയറിട വിധമൊടി തുണർന്നിടും കെടുതി തപിച്ചിടും നിതമാനവ ഹൃദയം തടഞ്ഞിടും നിതമിക പല വിജയം ജസദിലാകയും ജ്വലിത്തിടും തടി തളർത്തിടും ലഹരി വിവിധവിൽ ജനമതിൽ അടിപ്പെടും അടിമുടി നിറച്ചിടും തടിത്തിടും ചുഴലി ഇതത്തിൽ നടപടി ഉടനടിയില്ല ഇരുട്ടിൽ വീടിടും ഇടമുള ഇവിടെ ഇതത്തിൽ നടപടി ഉടനടിയില്ല ഇരുട്ടിൽ ഓടിടും ഇളമുറ ഇവിടെ അതിനായി നമ്മൾ ഒത്തൊരുമിച്ച് കൈകൾ കോർത്തിടണം ലഹരിക്ക് എതിരായി നമ്മൾ അനുദിനമെന്നും തുടർക്കഥ തവിച്ചിടും നിതമാനവ ഹൃദയം തുടങ്ങിടും നിതഹിഹ പരവിജയം ജസദിലാകയും ജ്വലിത്തിടും തടി തളർത്തിടും ലഹരി വിവിധമിൽ ജനമതിൽ അടിപ്പെടും അടിമുടി വിറച്ചിടും കുടച്ചിടും ചുഴലി തവിച്ചിടും നിതമാനവ ഹൃദയം തടഞ്ഞിടും നിതഹിഹ പരവിജയം ജസദിലാകയും ജ്വലിത്തിടും തടി തളർത്തിടും ലഹരി വിവിധമിൽ ജനമതിൽ അടിപ്പെടും അടിമുടി ഉടച്ചിടും കുഴച്ചിടും ചുഴലി